സ്കൂട്ടറിനെ ജീപ്പാക്കി മാറ്റി പത്തനംതിട്ട തിരുവല്ല സ്വദേശി മാത്യു ടി കുര്യൻ. ഹോണ്ട ആക്ടിവയുടെ എഞ്ചിനും മറ്റു ഭാഗങ്ങളും ഉപയോഗിച്ചാണ് പ്രവാസിയായ മാത്യു വാഹനം നിർമ്മിച്ചത്. കോവിഡ് ലോക്ക്ഡൌൺ കാലത്തുണ്ടായ ആഗ്രഹമാണ് ഇത്തരമൊരു പ്രവൃത്തിക്ക് പിന്നിൽ. ഹോണ്ട ആക്ടിവയുടെ എഞ്ചിനും ഇതര വാഹനങ്ങളുടെ ആക്രി സാധനങ്ങളും ഉപയോഗിച്ച് ജീപ്പ് നിർമ്മിച്ച് നാട്ടുകാരുടെ മുന്നിൽ ഹീറോ ആയിരിക്കുകയാണ് തിരുവൻമണ്ടൂർ തോപ്പിൽ വീട്ടിൽ മാത്യു ടി കുര്യൻ. കോവിഡ് ലോക്ക്ഡൌൺ കാലത്താണ് ആക്രി സാധനങ്ങൾ ഉപയോഗിച്ച് ജീപ്പ് നിർമ്മിക്കാനുള്ള ആഗ്രഹം ഇലക്ട്രീഷ്യനായ ഈ 58-കാരന്റെ ഉള്ളിൽ കടന്നുകൂടിയത്. 4000 രൂപയ്ക്ക് ആക്രിക്കടയിൽ നിന്ന് ഹോണ്ട ആക്ടിവയുടെ എഞ്ചിൻ സംഘടിപ്പിച്ചു. ടയറുകളും മറ്റു സാധനങ്ങളും ആക്രിക്കടകളിൽ നിന്നു തന്നെ വാങ്ങി. 40,000-ഓളം രൂപയാണ് 2 പേർക്ക് സഞ്ചരിക്കാവുന്ന ജീപ്പ് നിർമ്മാണത്തിനായി ചെലവായത്. 2 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയായി. വെഹിക്കിൾ ഇൻസ്പെക്ടർ അനുവാദം ഇല്ലാതെ റോഡിൽ ഇറക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ റോഡിൽ ഇറക്കത്തില്ല. ഇത് നമ്മൾ ആക്റ്റീവായിട്ട് ഒരു പകുതി 40 കിലോമീറ്റർ സ്പീഡ് കിട്ടും. പക്ഷെ 40 കിട്ടാൽ ഇത് ചെറിയ വണ്ടി അതുകൊണ്ട് കൈ നിൽക്കത്തില്ല. അതുകൊണ്ട് സ്പീഡ് കുറച്ചിട്ടേക്കുക. മോട്ടോർ വാഹന വകുപ്പിന്റെ അനുമതിയില്ലാത്തതിനാൽ ജീപ്പ് റോഡിൽ ഓടിക്കാനാകില്ല. ഓട്ടോമൊബൈൽ മേഖലയുമായി യാതൊരു ബന്ധവുമില്ലാത്ത മാത്യു വാഹന വർക്ക്ഷോപ്പുകളിൽ നിന്ന് ജോലി കണ്ടുപഠിച്ചാണ് ജീപ്പ് നിർമ്മിച്ചത്. വണ്ടി കണ്ടിഷ്ടപ്പെട്ട നാട്ടുകാരിൽ ചിലർ ജീപ്പിനായി ഓർഡർ നൽകിയിട്ടുണ്ട്. 40,000 രൂപ മുടക്കാൻ തയ്യാറുള്ള ആർക്കും ജീപ്പ് നിർമ്മിച്ചു നൽകാം എന്നാണ് മാത്യു പറയുന്നത്. 22 വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിലെത്തിയ മാത്യു സിമന്റ് കട്ട നിർമ്മാണ കമ്പനി ഉടമയാണ്. ന്യൂസ് മലയാളം, പത്തനംതിട്ട.